കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. I must travel to Bethlehem. എനിക്ക് വയ്യ ജോസഫ്. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. It's all I can do. അവസാനം അവരൊരു കീഴ്ത്തളത്തിലെത്തി.
ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളിൽ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മുണ്ട്, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി സ്വയം ശൂന്യവത്കരിച്ച് പൂർണ്ണ മനുഷ്യനായി തീർന്ന മശിഹായുടെ ശരീരധാരണം ദരിദ്രർക്കും ബദ്ധന്മാർക്കും പീഡിതർക്കും വിമോചനം നൽകാനായിരുന്നു. ദൈവഭരണത്തിന്റെ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാതെ ഒരു ഒത്തുതീർപ്പിനും വശംവദനാകാതെ അവസാനത്തോളം സഹിഷ്ണുതയോടെ പിടിച്ചുനിന്ന ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പുനരാവിഷ്കരണമാണ് ക്രിസ്മസിൽ ഉണ്ടാകേണ്ടത്.